പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഡിസംബർ മാസം 29 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 19ാമത്തെ ദിവസം ആമേൻ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരുടെയും കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം. രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നില്ലേ കർത്താവിന്? ആമേ, കർത്താവ് നമുക്ക് നല്ല സ്വസ്ഥമായി ഉറങ്ങുവാൻ ഭാഗ്യം തന്നില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിലും ആരോഗ്യത്തോടെ ഉണരുവാൻ, അതെ, സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഉണർന്നപ്പോൾ ആമേൻ, എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. കർത്താവ് എന്നെ ഉണർത്തി. അതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? കർത്താവേ നന്ദി, കർത്താവേ കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ. ആമേൻ, ഈ പകൽക്കാലവും ഞങ്ങളെ ജയകരമായി നടത്തുന്ന ഞങ്ങളുടെ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം പറയുന്നു, ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രയാഗത്തെ അർപ്പിക്കുന്നു. അങ്ങ് നല്ലവനാ, അങ്ങ് വിശ്വസ്തനാ, അങ്ങ് വാക്കുമാറാത്ത ദൈവം. എല്ലാവരുടെയും കരങ്ങൾ ഉയർത്തിയൊക്കെ കർത്താവിന് സ്തോത്രം പറ. കഴിഞ്ഞ 11 മാസവും 29ാമത്തെ ദിവസം വരെ ഈ വർഷം തീരാൻ പോകുമ്പോൾ കർത്താവ് നമ്മളെ ക്ഷേമത്തോടെ, കർത്താവ് നമ്മളെ മേത്തരമായി അത്ഭുതകരമായി നടത്തിയ കർത്താവിൻ്റെ കൃപകളെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തോത്രം പറ. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തോത്രം പറ. ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ കരമുയർത്തിയിട്ട് പറ, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. സങ്കീർത്തനക്കാരൻ 18ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭമായ വാക്കുകളിൽ പറയുന്നു, എൻ്റെ ബലമായ യഹോവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ വാക്ക് കേൾക്കുമ്പോൾ കർത്താവിന് എന്തൊരു സന്തോഷമാണെന്നറിയാം. നമ്മൾ രാവിലെ വാ തുറന്ന് നമ്മൾ പറയണം, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇന്ന് എത്ര പേര് പറയും, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു? ഒന്നുകൂടെ പറഞ്ഞേ, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അത് മീറ്റിങ്ങിൻ്റെ നടുവിൽ ആമേൻ വർഷിപ്പ് ലീഡർ ഐ ലവ് യു ജീസസ് എന്ന് പറയുമ്പോഴല്ല, നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതിൻ്റെ 2ാമത്തെ വാക്യവും 3ാമത്തെ വാക്യവും, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാണ്. കണ്ടോ, ദാവീദ് പറഞ്ഞ കാര്യങ്ങൾ എത്ര എൻ്റെയാ പറഞ്ഞു. എൻ്റെ ശൈലമാകുന്നു, എൻ്റെ കോട്ടയാകുന്നു, എൻ്റെ രക്ഷകനാകുന്നു, എൻ്റെ ദൈവമാകുന്നു, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയാകുന്നു, എൻ്റെ 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 പരിചയമാകുന്നു, എൻ്റെ രക്ഷയാകുന്നു, എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. ഏകദേശം 10 കാര്യങ്ങളോളം ഉണ്ട്, നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കി. ആമേൻ, നമ്മളും പറയണം ഇങ്ങനെയൊക്കെ. ആമേൻ, കർത്താവെ അങ്ങൻ്റെ ദൈവമാണ്, അങ്ങൻ്റെ കോട്ടയാണ്, അങ്ങൻ്റെ രക്ഷകനാ, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയങ്ങ, എൻ്റെ പരിചയങ്ങ. എന്നിട്ട് 3ാം വാക്യത്തിൽ പറയും, സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും ആമേൻ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. പ്രത്യാശയാ പറഞ്ഞു. കാരണം പ്രയാസങ്ങളുടെ നടുവിൽ ഞാൻ വിളിച്ചപേക്ഷിക്കും, കർത്താവ് എന്ത് ചെയ്യും? എന്നെ വിടുവിക്കും, എന്നെ അതിനകത്തുനിന്ന് വിടുവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. 16ാമത്തെ വാക്യം പറയുന്നു, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ച് പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ആമേൻ. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ആമേൻ, ഹല്ലേലൂയ, പകച്ചവരുടെ കയ്യിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. 19ാം വാക്യത്തിൽ പറയുന്നു, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരിക്കുന്നതുകൊണ്ട് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ അവസാന ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചില വാക്കുകളുണ്ട്. ആമേൻ. 31 പറയുന്നത്, യഹോവയല്ലാതെ ദൈവമാരുള്ളൂ, ദൈവമൊഴികെ പാറയാരുള്ളൂ, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും ആമേൻ എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന കർത്താവ് തന്നെ. അപ്പോൾ ഈ പ്രഭാതം നമുക്ക് ഈ നല്ല കർത്താവിനെ അല്പസമയം ആരാധിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് ആമേൻ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. ആമേൻ, നിങ്ങളുടെ ഫോൺ കയ്യിലിരിക്കുകയാണെങ്കിൽ ആ ഫോൺ ആ ടേബിളിലോട്ടോ ചെയറിലോട്ടോ ഒന്ന് വെച്ചിട്ട് 2 കൈകളും ഒക്കെ ഒന്ന് അടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വർഷം തീരാൻ പോകാൻ 2020 കൈയടിച്ച് സ്തോത്രം പറയണമെന്ന് ചോദിച്ചാൽ 29ാം തീയതി നമ്മുടെ ജീവിതത്തിൽ കിട്ടത്തില്ല. നമ്മളെ പുതുവർഷത്തിലേക്ക് കർത്താവ് കാലെടുത്ത് വെപ്പിക്കുക. അപ്പോൾ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് സന്തോഷമുള്ള ഹൃദയത്തോടെ ആനന്ദ മനസ്സോടെ സ്തോത്രം പറഞ്ഞാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ, മിണ്ടാതിരിക്കല്ലേ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളുടെ സ്വർഗീയ അപ്പ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ 2020 ഡിസംബർ മാസം 29ാം തീയതി പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയ കൃപകൾക്കായി സ്തോത്രം. അപ്പേ, രാത്രി ഞങ്ങൾക്ക് നടന്ന നല്ല ഉറക്കത്തിനായി
ദൈവകൃപയ്ക്കായി സ്തോത്രം അപ്പേ. രാവിലെ ഞങ്ങളെ സന്തോഷത്തോടെ ഉണർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം, അവരുടെ ജോലി സ്ഥലം, കർത്താവെ, അവരുടെ കുഞ്ഞുങ്ങൾ, കർത്താവെ, അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ 29-ാം തീയതി അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക നന്മകൾ കൊണ്ട് നിറയപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊറോണ കാരണം നഷ്ടമായി പോയ ചില നന്മകളുണ്ട്. അതൊക്കെ ഈ ദിവസങ്ങളിൽ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ഭക്തന്മാരുടെ ജീവിതം, തന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് മടക്കി കൊടുക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രോഗികളായിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ്ണ രോഗസൗഖ്യം യേശുവിന്റെ നാമത്തിൽ ലഭിക്കട്ടെ. സ്കിന്നിലുണ്ടായിരിക്കുന്ന അലർജികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ശ്വാസം മുട്ടൽ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇന്ന് പകൽക്കാലം ലിവറിനകത്തുണ്ടായിരിക്കുന്ന രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം കർത്താവെ അങ്ങ് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ജോലിയിലും സാമ്പത്തികത്തിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ, കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ, കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ ആരാധിക്കണമെന്ന് ആഗ്രഹിച്ച് ഹല്ലേലൂയ സാധിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഴികളെ തുറന്നു കൊടുക്കുന്ന കർത്താവിന് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ അവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അങ്ങനെ പ്രാർത്ഥനയോടും ഉപവാസത്തോടുമായിരിക്കുന്ന കർത്താവെ, അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ, വിടുതലിന് കാരണമാകട്ടെ, ആത്മീക വളർച്ചയ്ക്ക് കാരണമാകട്ടെ. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് തന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങൾ ഇന്നത്തെ വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും മഹത്തരവും ഏറ്റവും ശ്രേഷ്ഠവും ആമേൻ ആക്കി തീർക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകി വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇതുവരെ അയച്ചു കൊടുത്തതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് നിങ്ങൾ മോർണിംഗ് മെസ്സേജ് അയച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു പെരുകി വരണമെന്നാണ് പറഞ്ഞത്. നമ്മളാൽ ചെയ്യാവുന്നതെല്ലാം ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മുടെ ഈ വർഷം തീരുക 29-ാം തീയതി ആയി. ഇനി നമുക്ക് ഇന്നും നാളെയും കൂടെ കഴിഞ്ഞാൽ 31-ാം തീയതി ആകും. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും തീരുകയാണ്. ഇനി 3 ദിവസങ്ങളിലൂടെ ഉള്ളൂ. അതുകൊണ്ട് ഈ 3 ദിവസം കാര്യമായിട്ട് തന്നെ പ്രാർത്ഥനയിൽ ആയിരിക്കാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുക. കാരണം കഴിവതും സമയം പ്രാർത്ഥനയിലും ഉപവാസത്തിലും അവൻ ദൈവവചന ധ്യാനത്തിലും ആയിരിക്കണം. ഇന്ന് വായിക്കേണ്ട വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 9 മുതൽ 12 വരെയും, അപ്പോസ്തലപ്രവൃത്തി 24, 25, അതുപോലെ യാക്കോബിന്റെ ലേഖനം 1 മുതൽ 5 വരെയും, റെവലേഷൻ ചാപ്റ്റർ 20 ഇന്ന് വായിക്കേണ്ട വേദഭാഗം. അത് വായിക്കാൻ മറക്കരുത്. അത് മാത്രം പോരാ, പകൽക്കാലം ആരാധനയിലും പ്രാർത്ഥനയിലും ആയിരിക്കുക. വൈകിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവ് അനുവദിച്ചാൽ സൂമിൽ കൂടി കർത്താവിനെ ഒന്നിച്ച് ആരാധിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇന്നലെ നമ്മൾ കേട്ട ആ വചനം വേദഭാഗത്തിൻ്റെ സെയിം പോർഷൻ തന്നെ ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. 103-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഈ വർഷത്തിൻ്റെ അവസാനമായപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നൊരു ചിന്തയാണ്, നമ്മൾ കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ ഇന്നലെ അത് കേട്ടു. അതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ്റെ ശരീരം മുഴുവനും കർത്താവിനെ സ്തുതിക്കട്ടെ എന്നാണ് പറയുന്നത്. കാരണം കണ്ണുകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, കണ്ണുകളെ, ഈ കണ്ണുകൾക്ക് കാഴ്ച തന്നത് കർത്താവാണ്, കർത്താവിനെ സ്തുതിക്കാൻ പറഞ്ഞു. ചെവികളോട് പറയണം, ചെവികളെ നിങ്ങൾക്ക് കേൾവി തന്നത് കർത്താവാണ്, സ്തുതിക്കുക. ആമേൻ. നമ്മുടെ ഓരോ അവയവങ്ങളോടും നമ്മൾ സംസാരിക്കണം. എന്നിട്ട് പറഞ്ഞാൽ കർത്താവിനെ സ്തുതിക്കും. നമ്മുടെ അന്തരംഗങ്ങൾ, കിഡ്നിയും ലിവറും എല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ, എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. എന്നിട്ട് പറയാം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഈ 2020 ത്രൂ ഔട്ട് ദ ലൈഫിൽ ചെയ്തത് ഓർക്കണം. സ്പെഷ്യലി ഈ ദിവസങ്ങളിൽ 2020 കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കുമായിട്ട് കർത്താവിന് സ്തോത്രം പറയണം. ഇന്നലെ പറഞ്ഞിരുന്നു, ഓർത്തോർത്ത് സ്തോത്രം പറയണം, എഴുതി വെച്ച് സ്തോത്രം പറയണം, മറക്കരുത്. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ജാനുവരിയിലേക്കും അങ്ങനെ പോയി നോക്കുമ്പോൾ ഈ കൊറോണയുടെ ടൈമിലൊക്കെ കർത്താവിൻ്റെ കരുതലും പരിപാലനമൊക്കെ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. അത് ഓർത്ത് നമ്മൾ കർത്താവിന് നന്ദി പറയുന്നവരായിരിക്കും. സെയിം ടൈമിൽ തന്നെ
നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയ പലരുണ്ട്. പലരെ കർത്താവ് നമുക്ക് വേണ്ടി ഈ വർഷം ഉപയോഗിച്ചു. പലരെ കൊണ്ട് കർത്താവ് നമ്മളെ ആശ്വസിപ്പിച്ചു. പലരിലൂടെ കർത്താവിൻ്റെ വചനം നമ്മളെ കേൾപ്പിച്ചു. പലരെ കൊണ്ട് നമുക്ക് പല സഹായങ്ങൾ ചെയ്യിപ്പിച്ചു എന്ന് വേണ്ട, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. ഏതെങ്കിലും വിധത്തിൽ 2020 നിങ്ങളെ സഹായിച്ചവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആശ്വാസമായി മാറിയവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു സഹായമായി കൈനീട്ടിയവരുണ്ടെങ്കിൽ, നിങ്ങളെ ഒന്ന് ബലപ്പെടുത്തിയവരുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവരോട് ഒരു താങ്ക് യു പറയുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നലെ ഈ മോർണിംഗ് മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞ ഉടനെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞൊരു കാര്യമാണ്. അന്നേരമേ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അതായത് ഇന്ന് നമ്മൾ മറ്റുള്ളവരോടുകൂടെ താങ്ക് യു പറയണം. ഓഫീസിൽ സഹായിച്ചവരുണ്ട്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളെ സഹായിച്ചവരുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളെ സഹായിച്ചവരുണ്ട്, അതുപോലെ നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളെ സഹായിച്ചവർ കാണും, നിങ്ങളുടെ സഭയിൽ വരുന്നവർ നിങ്ങളെ സഹായിച്ചവർ കാണും. ഇങ്ങനെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നിങ്ങൾക്ക് നിരവധി സഹായങ്ങൾ ചെയ്ത അനേകരുണ്ട്. ആ പ്രിയപ്പെട്ടവരോടൊക്കെ ഒന്ന് നന്ദി പറയുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. നന്ദി അല്ലെങ്കിൽ താങ്ക് യു എന്ന വാക്ക് വളരെ ശക്തമായൊരു പദമാണ്. രണ്ട് വാക്കുകൾ, താങ്ക് യു, രണ്ട് പദങ്ങൾ. നന്ദി എന്ന് പറയുമ്പോൾ അത് വളരെ ശക്തമായ, അത് ഹൃദയംഗമായ അഭിനന്ദനം. നമ്മുടെ ഒരാളോട് താങ്ക് യു പറയുക, ഇന്ന് നമ്മൾ വിളിച്ചിട്ട് പറയുക, നിങ്ങൾ അന്ന് ചെയ്ത ആ ഉപകാരം എന്ന് പറഞ്ഞ് നമ്മൾ അവരോട് നന്ദി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കും ഒരു സന്തോഷം. അവരുടെ ഉള്ളിൽ അവർ ചിലപ്പോൾ ഓർക്കുന്ന പോലും കാണത്തില്ല, പക്ഷേ അവരുടെ മനസ്സിൽ തോന്നും, കർത്താവെ അന്ന് ഞാൻ ചെയ്തത് ഇവർക്ക് അനുഗ്രഹമായല്ലോ എന്ന് ഓർക്കുമ്പോൾ അവർക്ക് വീണ്ടും അത് ചെയ്യാനുള്ള പ്രചോദനം കൂടെ തരികയാണ്. അത് ശരിയായി പ്രകടിപ്പിക്കുവാൻ ആണെങ്കിൽ, നമ്മൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ, അതായത് ആത്മാർത്ഥതയോടെ നമ്മൾ നന്ദി പറയുകയാണെങ്കിൽ, അത് മായാത്ത ഒരു മുദ്ര പോലെ ആയിരിക്കും, അവരുടെ മനസ്സിൽ അത് കിടക്കും. അതുകൊണ്ട് ഇന്ന് സ്തോത്രം, നമ്മളത് ചെയ്യണം. പലർക്കും അറിയാത്തൊരു കാര്യമാണ് നന്ദി പറയാൻ. എന്നാൽ ദൈവമക്കളെ, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ മറ്റുള്ളവരോട് നന്ദി പറയുന്നവരായിരിക്കണം കേട്ടോ. ഈ ഏത് സാഹചര്യം ആയിക്കോട്ടെ, ഇപ്പം നിങ്ങളുമായിട്ട് അവർക്ക് ബന്ധമൊന്നുമില്ല, നിങ്ങളോട് അവർ പിണങ്ങിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ യാതൊരു അടുപ്പവുമില്ല, അവർ നിങ്ങൾക്ക് പിന്നെന്തെങ്കിലും ദ്രോഹം ചെയ്താൽ പോലും ആദ്യം ചെയ്ത നന്ദിക്ക് നിങ്ങളൊരു ആദ്യം ചെയ്ത നന്മയ്ക്ക് നിങ്ങളൊരു നന്ദി പറയണം കേട്ടോ. ഈ കൃതജ്ഞതാ മനോഭാവം ഉണ്ടാകണമെന്ന് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണ്. ദാവീദിനെ നോക്കിയ, ദാവീദിൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞ ഹൃദയമാണ്. ആ നന്ദിയുള്ള ഹൃദയമുള്ളവർ അനുഗ്രഹിക്കപ്പെടും. നന്ദിയുള്ള ഹൃദയമുള്ളവർ അനുഗ്രഹിക്കപ്പെടും കേട്ടോ. അതുകൊണ്ട് ഈ നന്ദിയുള്ള ഹൃദയം ദാവീദിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് നന്ദി. ചിലർക്ക് നമ്മളോട് ഉപകാരം ചെയ്യാൻ ബാധ്യസ്ഥരായിരിക്കും, ചിലർ നമുക്ക് ഉപകാരം ചെയ്യാൻ ബാധ്യസ്ഥരൊന്നുമല്ല. അവർ ബാധ്യസ്ഥരായിക്കോട്ടെ ബാധ്യസ്ഥരല്ലാത്തവരായിക്കോട്ടെ, നമ്മൾ സ്വയം പരിശീലിക്കണം എന്ത് നന്ദി പറയുന്ന കാര്യം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളൊന്നിരുന്ന് ചിന്തിക്കണം, ഞാൻ ആരോടൊക്കെ നന്ദി പറയണം. ഇത് ജനറലായിട്ടൊരു നന്ദി പറയല്ല, താങ്ക് യു ബ്രദറെ നിങ്ങൾ എനിക്ക് ചെയ്ത് ഈ വർഷം ചെയ്ത എല്ലാത്തിനും, അങ്ങനെ പറയാനല്ല പറഞ്ഞു. സ്പെസിഫൈ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തവർ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതി പ്രയോജനം ചെയ്ത് അവരോട് നിങ്ങൾ നന്ദി പറയണം കേട്ടോ. ഹല്ലേലൂയ. ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ കാണും, നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നന്ദി പറയാനായിട്ട്. അതുപോലെ കർത്താവിന് നന്ദി പറയുക, നന്ദി പ്രകടിപ്പിക്കുക, അതുപോലെ മറ്റുള്ളവരോട് നന്ദി പറയുക, നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് ചെയ്യാമെങ്കിൽ 2020 നിങ്ങൾക്ക് 2021 നിങ്ങൾക്ക് അസാധാരണ പ്രൊമോഷനുകളായിരിക്കും. ദൈവം നിങ്ങളെ അസാധാരണമായ രീതിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സഹായങ്ങളുടെ ലെവല് കൂടും. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആ മനോഭാവം തന്നെ ദൈവം തന്നെ മാറ്റിവെക്കും. കാരണം നമ്മൾ താങ്ക് യു എന്ന വാക്ക് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി ശ്രദ്ധിച്ചേ, അതുപോലെ അടുത്തൊരു പദമാണ് സോറി എന്ന് പറയണം. സോറി എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല സോറി എന്നല്ല. ഞാൻ ആരെങ്കിലും ഈ 2020 വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിഷമം അവർക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകളായിക്കോട്ടെ, എൻ്റെ ഏതെങ്കിലും പ്രവൃത്തി ആയിക്കോട്ടെ, ചിന്തകളിലൂടെ ആയിക്കോട്ടെ, ഞാൻ ആരോടെങ്കിലും പറഞ്ഞത് അവർ കേട്ടപ്പോൾ അവർക്ക് വിഷമമായി, എന്തുമായിക്കോട്ടെ, നിങ്ങൾക്കറിയാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഞാൻ പറഞ്ഞത് അവർക്ക് വിഷമമായെങ്കിൽ, ഞാൻ ചെയ്തത് അവർക്ക് വിഷമമായെങ്കിൽ, മടിക്കണ്ട, ധൈര്യമായിട്ട് വിളിച്ചിട്ട് പറ, അങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് സോറി എന്ന പദം ഇന്ന് പറയാനൂടെ നിങ്ങൾ തയ്യാറായാൽ, പ്രിയപ്പെട്ടവരെ, വലിയൊരു കടമ്പയാണ് നിങ്ങൾ ഇന്ന് കടക്കാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ആവശ്യമാണ്. ഞാൻ ആവശ്യമില്ലാത്തൊരു കാര്യം നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഒരു അടുത്ത കടമ്പ കടക്കാൻ പോവുക. വേറൊരു ലെവലിലേക്ക് കയറാൻ പോവുക. രണ്ട് കാര്യങ്ങൾ, ഒരു താങ്ക് യു പറയണം. അത് ചുമ്മാ ജനറൽ മെസ്സേജ് അല്ല, സ്പെസിഫൈ ചെയ്ത് ആളിനോട് നേരിട്ട് താങ്ക് യു. അതുപോലെ സോറി പറയുമ്പോഴും, ബ്രദറെ ഞാൻ ആ ജൂലൈയിൽ അന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും വിഷമമുണ്ട്, നിങ്ങൾക്കറിയാതെ, അല്ലെങ്കിൽ ആ ചെയ്തത്, അല്ലെങ്കിൽ ആ ഓഫീസിൽ വെച്ച് നമ്മൾ
നമ്മളോട് പ്രവർത്തിച്ചത് അവർക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചർച്ച വെച്ച് നമ്മൾ ചെയ്തത് അവർക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ അവരോടൊരു സോറി പറയുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. പിശുക്ക് കാണിക്കാതെ ഇത് രണ്ടും ചെയ്താട്ട് ദൈവം നിങ്ങളെ അസാധാരണമായ നിലയിൽ അനുഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. 2020 നിന്ന് 2021 നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഒരു പ്രത്യേക മനസ്സോടെ, ഒരു പ്രത്യേക പ്രമോഷനോടുകൂടെ നിങ്ങൾക്ക് കയറാൻ പറ്റും കേട്ടോ. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ആമേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. വൈകിട്ട് കാണാം. ഒരുമിച്ച് നമുക്ക് സൂമിൽ കൂടണം. മറക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.